കോൺഗ്രസ് പ്രത്യയശാസ്ത്രത്തോട് ഐക്യപ്പെടുന്നവർ അനാഥമാവില്ല. അസംതൃപ്തരെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ച് സന്ദീപ് വാര്യർ. BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ ശരിക്കും പണി തുടങ്ങി. BJP വിടാൻ ആഗ്രഹിക്കുന്നവരെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്ത് അടുത്തിടെ BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ. കോൺഗ്രസ് പ്രത്യയശാസ്ത്രത്തോട് ഐക്യപ്പെടുവാൻ സന്നദ്ധതയുള്ളവർ രാഷ്ട്രീയമായി അനാഥമാവില്ലെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പ്രത്യയശാസ്ത്രത്തെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ് മതനിരപേക്ഷതയുടെ ഭാഗമാവാനും കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രത്തോട് ഐക്യപ്പെടുവാനും സന്നദ്ധതയുള്ള ഒരാളും രാഷ്ട്രീയമായി അനാഥമാവില്ലെന്ന് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ BJP നേതൃത്വത്തിനെതിരെ പ്രവർത്തകർക്കിടയിൽ അസംതൃപ്തി പുകയുന്നതിനിടെയാണ് സന്ദീപ് വാര്യരുടെ പോസ്റ്റ്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ പാലക്കാട്ടെ പ്രാദേശിക നേതാക്കളിൽ ചിലർ സ്ഥാനാർത്ഥി നിർണയ തീരുമാനം ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ നടപടികളെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയാണ് സന്ദീപ് വാര്യർ BJP സംസ്ഥാന നേതൃത്വത്തോട് പിണങ്ങുകയും പിന്നീട് കോൺഗ്രസിന്റെ ഭാഗമായി പ്രചാരണത്തിന് ഇറങ്ങുകയും ചെയ്തത്. അതേസമയം BJPയിൽ നിന്ന് രാജിവെച്ച BJP മുൻ വയനാട് ജില്ലാ പ്രസിഡന്റ് KP മധുവിനെ കോൺഗ്രസിലെത്തിക്കാൻ സന്ദീപ് വാര്യരുടെ മേൽനോട്ടത്തിൽ ഇടപെടൽ നടത്തുന്നുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. BJPയിലെ ഗ്രൂപ്പ് കളിയെ നിശിതമായി വിമർശിച്ചാണ് KP മധു പാർട്ടി വിട്ടത്. ഗ്രൂപ്പ് കളിക്കാൻ BJPയിൽ നിൽക്കേണ്ടതില്ലെന്ന് പറഞ്ഞ മധു BJP സംസ്ഥാന നേതൃത്വത്തോടുള്ള വിയോജിപ്പ് തുറന്നു പറഞ്ഞിരുന്നു. കോൺഗ്രസിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യർ ബന്ധപ്പെട്ടുവെന്നും ആലോചിച്ച് മറുപടി അറിയിക്കാമെന്ന് പറഞ്ഞതായും KP മധു ഒരു സ്വകാര്യ ചാനലിനോട് പറയുകയും ചെയ്തു. കൂടാതെ മധുവിനെ LDFിലേക്ക് എത്തിക്കാനുള്ള നീക്കവും സജീവമാണ്. ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ LDFുമായോ UDFുമായോ സഹകരിക്കുമെന്നും മധു വ്യക്തമാക്കിയിട്ടുണ്ട്.